ഒരു തങ്ങൾ തോന്നിയിരുന്നു. വന്ന പാട് അങ്ങോട്ട് തന്നെ പോയി. കാരണം സാധനം ഉസ്താദ് പറഞ്ഞ മാതിരി സാധന AP പറഞ്ഞല്ലോ, 3 ആളുകളെ കൊണ്ട് ഞാൻ കുടുങ്ങിയിരിക്കുന്നത്, എത്ര പൈസയാണ് കൊടുത്താൽ ഇവർ ഒപ്പിച്ച് കൊണ്ടുപോകുന്നത് എന്ന പോലെ ഈ തങ്ങൾ വന്ന പാട് അങ്ങോട്ട് തന്നെ പോയി. പക്ഷെ അങ്ങനെ പോയൊന്ന് രക്ഷപ്പെടുള്ള ആ കുരുത്തകൻ അപ്പൊ തന്നെ സംഭവിച്ചു. എന്റെ സഹോദരന്മാരെ, ഇക്കഴിഞ്ഞ ഡിസംബർ 6 ആലപ്പുഴയിലെ പ്രശസ്തമായ ചർച്ചാണ് തുമ്പോളി ചർച്ച്. തുമ്പോളി ചർച്ച് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾക്ക് വളരെ ആദരണീയമാണ്. ആ ആദരണീയമായ ചർച്ചിൽ വർഷത്തിലൊക്കെ നടക്കുന്ന ഏറ്റവും വലിയ ആരാധനയാണ് ദീപാരാധന. ദീപാരാധന എന്ന വിശ്വാസ ദീപം തെളിയിക്കുന്ന ഈ ചർച്ച് മുതൽ കടപ്പുറം വരെ 1/2 കിലോമീറ്റർ നീളത്തിൽ വരിവരിയായിട്ട് ദീപം തെളിയിക്കുക. അതിൽ ഫസ്റ്റ് ദീപം തെളിയിക്കലാണ് ഏറ്റവും വലിയ തഖ്വന്റെ മാർഗം. പിന്നെ അടുത്തത് അവരെ ഡീൽ ചെയ്യുന്ന ഏറ്റവും വലിയ യേശുവിന്റെ മാതാവിന് ചെയ്യുന്ന ഏറ്റവും വലിയ ഇബാദത്താണ് ഈ ദീപം തെളിയിക്കൽ, വിശ്വാസ ദീപം തെളിയിക്കൽ. എന്നാൽ ഈ വിശ്വാസ ദീപം തെളിയിക്കാൻ, ഒന്നാം ദീപം തെളിയിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയത് ഇതുവരെ പോകാത്ത ഈ മനുഷ്യൻ നേരെ ഇവർ കൂട്ടിക്കൊണ്ടുപോയി മതസൗഹാർദ്ദത്തിന്റെ ഭാഗത്ത് നിന്ന് കൂട്ടിക്കൊണ്ടുപോയിട്ട് ഒന്നാമത്തെ ദീപം കൊളുത്തിയത് ഈ പറഞ്ഞ PMS ആറ്റേക്ക് പോയ തങ്ങളാണ്. കൃത്യമായി മംഗളം ദിനപത്രമാണ് ഈ ദിനപത്രത്തിന്റെ കൃത്യമായി ഫോട്ടോ സഹിതം അത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. മാത്രമല്ല, അന്ന് മനോരമ റിപ്പോർട്ടിന്റെ ഭാഗം ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം. ഹെഡിങ്: തുമ്പോളി നട തുറന്നു, നാളെ മഹോത്സവം. ഞാൻ ആ വാചകങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. ആലപ്പുഴ: ജീവിതം പ്രകാശപൂർണമാക്കണമേ എന്ന പ്രാർത്ഥനയോടെ തെളിച്ച മെഴുകുതിരികൾ കൈകളിലേന്തിയും മാതാവിന്റെ കീർത്തനങ്ങൾ ആലപിച്ചും കാത്തുനിന്ന ഭക്തജന സഹസ്രങ്ങളെ സാക്ഷിയാക്കി തുമ്പോളി മാതാവിന്റെ നട തുറന്നു. നാളെയാണ് പ്രധാന തിരുനാളും മാതാവിന്റെ എഴുന്നള്ളത്തും. അർദ്ധരാത്രി 12 നട തുറന്നത്. തുടർന്ന് തുമ്പോളി മാതാവിന്റെ തിരുസ്വരൂപം പള്ളിയുടെ പ്രധാന വാതിൽക്ക് പ്രതിഷ്ഠിച്ചു. ഒരു ഇബാദത്തിന്റെ രീതി അത് കേട്ടോ. നട തുറക്കലിന് മുൻപായി രാത്രി 10 പള്ളിമുറ്റം മുതൽ കടൽ തീരത്തെ കുരിശടി വരെ 1/2 കിലോമീറ്ററോളം ദൂരത്തിൽ വിശ്വാസ ദീപം തെളിയിക്കലും നടന്നു. മതമൈത്രിയുടെ മഹത്വം വിളിച്ചോതി ആദ്യ ദീപം തെളിച്ചത് അവലോക്കുന്ന് വടക്കേ മഹലിലെ ഇമാം PMS ആറ്റക്കോയ തങ്ങളാണ്. അദ്ദേഹം കൊളുത്തി നൽകിയ ദീപമാണ് കടലോരം വരെ നിലനിന്നിരുന്ന നിലവിളക്കുകളിലും മൺചെരാതുകളിലും പ്രകാശിച്ചത് എന്ന് കൃത്യമായി മലയാള മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങൾ എഴുതി വച്ചിരിക്കുന്നു. ഈ ഏപ്പിന്റെ ഒരാൾ പറഞ്ഞില്ല പ്രസംഗത്തിലെ, എന്റെ അഭിപ്രായത്തിൽ ഈ AP ഉസ്താദ് അറിയാതെ അല്ലാഹു തആല എന്തെങ്കിലും ചെയ്യും തോന്നുന്നില്ല. ആ മനുഷ്യന്റെ ഇസ്ലാമിലുള്ള വിധി എന്താണ്? ഇവർ ഫത്വ കമ്മിറ്റി കൂടട്ടെ. ഈ ക്രിസ്ത്യൻ ആരാധനാകർമ്മത്തിന്റെ പ്രധാന ഭാഗമായ വിശ്വാസ ദീപം തെളിയിച്ചു കൊടുക്കുന്ന ഈ ഇബാദത്തിന് കാർമ്മികത്വം വഹിച്ച, നേതൃത്വം കൊടുത്ത ഈ തങ്ങളുടെ അവസ്ഥാവിശേഷം ദീനിലെന്ത്? ഇതൊക്കെ ഒരു ഫത്വ പറയാൻ ബാധ്യസ്ഥരാ. മിണ്ടണ്ട അതാണ് ഇപ്പോഴത്തെ ഉത്തരം. ഇതൊന്നും മറുപടിയില്ല. മാത്രമല്ല, ഗുരുത്തക്കട അവിടെ നിൽക്കൂല, ആ പരമ്പര തുടരും. കാരണം ആ കണ്യത്ത് ഉസ്താദിന്റെ ദുആണ് റസൂലുള്ളാഹിന്റെ ഈ പ്രശ്നം ഇതുകൊണ്ട് കളിച്ച കളിയാ. ഇപ്പോ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിം മരിച്ചുപോയി എന്ന് പറഞ്ഞല്ലോ. അദ്ദേഹം മരിച്ചുപോയ ശേഷം ഉടനെ തന്നെ മർക്കസ് ഇടപെട്ട് പ്രസിദ്ധീകരിച്ച സ്മരണികയാണ് നെല്ലിക്കുത്ത് ഉസ്താദ് സ്മരണിക എന്ന അവസ്ഥ. ഈ സ്മരണിക ഞാൻ കുറെ വായിച്ചു നോക്കി. കാരണം നമ്മളൊക്കെ മഹാനാർ കണ്യത്ത് ഉസ്താദിന്റെ സ്മരണിക എത്രേ കറാമത്ത്, ശംസുലയുടെ സ്മരണിക എത്രേ കറാമത്ത്, ബാഫത്തി തങ്ങളുടെ സ്മരണിക എത്രേ കറാമത്ത്. അതുപോലെ ശിഹാബ് തങ്ങളുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള സ്മരണിക വന്നിട്ടില്ല. തങ്ങളുമായി ബന്ധപ്പെട്ട് എത്ര കറാമത്തുകൾ നമുക്കറിയാം. പാണക്കാട് ഉമർ ഷമീൽ എല്ലാ നേതാക്കന്മാർക്ക് എത്ര കറാമത്തുകളാണ് നമുക്ക് പറയാനുള്ളത്, അറിവുള്ളത്. എന്നാൽ ഒരു സ്മരണിക ഉണ്ടാവും, കുറച്ച് കറാമത്ത് ഉണ്ടാക്കണ്ടേ? ഇവരുണ്ടാക്കി കറാമത്തുകൾ, വേറെ അധികം കറാമത്തുള്ള. എന്താ കറാമത്ത് വെച്ചാൽ, നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർക്ക് 1989 കത്തിക്കുത്തേറ്റിരുന്നു അദ്ദേഹത്തിന്റെ നാട്ടിൽ വെച്ച്. ഈ കത്തിക്കുത്തേറ്റ കേസ് അദ്ദേഹം അതിന് രക്ഷപ്പെട്ടു. കത്തിക്കുത്തേറ്റ കേസ് കോടതിയിലുണ്ട്, കോടതി വിധിച്ചു. ഇപ്പൊ കേസ് അപ്പീലാണ്. ഏതായിരുന്നാലും ഈ കത്തിക്കുത്തിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ, 2 ആളുകൾ, 2 പേരും ദാരുണമായി മരിച്ചു. മൂപ്പര കറാമത്തായിട്ട് അവതരിപ്പിച്ചതാ. ഞാൻ നിങ്ങളൊന്ന് വായിച്ചു കേൾപ്പിക്കാം, എനിക്കവിടെ പറയാനുണ്ട്. എന്റെ സഹോദരന്മാരെ, ഈ സ്മരണയുടെ പേജ് നമ്പർ 121 വ്യക്തമാക്കുന്നു. എന്താണ് വ്യക്തമാക്കുന്നത്? ഇദ്ദേഹത്തിന്റെ കറാമത്ത് പറയുകയാണ്. ആ മഹാനവറുകളെ ആക്രമിക്കാനും കുത്താനും കൊലപ്പെടുത്താനും ശ്രമിച്ച ആളുകൾ വളരെ പെട്ടെന്ന് മരിച്ചു പോകാന്ന് മാത്രമല്ല, ഒന്നാമത്തെ ആള് അദ്ദേഹത്തിന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ അപകടപ്പെട്ടുകാണ്ട് മരിക്കണ ആക്സിഡന്റിൽ. നിങ്ങൾ മൂപ്പര് കയ്യിലെടുത്തുകാണ്ട് കൊണ്ടുപോയി വെള്ളം കൊടുക്കുക. വെള്ളം കൊടുത്തിങ്ങനെ നോക്കുമ്പോ, മുഖത്തിങ്ങനെ നോക്കുമ്പോ അല്ലേ ആ ആള് ഇന്ന കുത്തിയാള് മൂപ്പര് ഓർക്കുക. നോക്കിയൊക്കെ കറാമത്ത് പറയണത് ഞാൻ വായിച്ചു കേൾപ്പിച്ചരാം. ഒരു ദിവസം
ഷെയ്ഖുനയുടെ വീടിന് മുന്നിലൂടെ അതിശീഘ്രം പാഞ്ഞു പോയ ഒരു ലോറി ഒരു വഴിയാത്രക്കാരനെ ഇടിച്ചു തെറിപ്പിച്ചു. ഷെയ്ഖുനയുടെ ഗേറ്റിന് മുന്നിലേക്കാണ് തെറിച്ചു വീണത്. വിധിയുടെ നിയോഗമെന്നോ അത്ഭുതകരമായ യാദൃശ്ചികയെന്നോ വിളിക്കണം, ഷെയ്ഖുനയാണ് ആദ്യം കണ്ടത്. ഓടി വന്ന് മടിയിലേക്ക് കോരിയെടുക്കുമ്പോൾ അയാളുടെ മുഖം ഷെയ്ഖുന കണ്ടു. തനിക്ക് സുപരിചിതമായ മുഖം. അതെ, അയാൾ തന്നെ. ഷെയ്ഖുന പിന്നെയും പിന്നെയും നോക്കി. അയാൾ തന്നെ. ആരാണ് അയാൾ? ആ ചോദ്യത്തിന് ശരിയുത്തരം മറ്റ് ചിലതുകൾ കൂടി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എഴുതുന്നു. ഷെയ്ഖുനക്കെതിരെ കൊലവിളി ഉയർത്തിയ സംഘത്തിൽ അംഗമായിരുന്ന ആളെയാണ് പാഞ്ഞു വന്ന ലോറി തട്ടിത്തെറിപ്പിച്ചത്. ഷെയ്ഖുനയുടെ മടിയിൽ കിടന്ന അയാൾ മരണത്തെ മുഖാമുഖം നോക്കി. ആർദ്രത പറ്റാത്ത ഷെയ്ഖുനയുടെ മനസ്സ് വേദനിച്ചു. സ്നേഹപൂർവ്വം ഷെയ്ഖുന ഒഴിച്ചുകൊടുത്ത ദാഹജനം കുടിച്ച് അയാൾ വിധിക്കൊപ്പം പോയി. യഥാർത്ഥത്തിൽ ഈ സംഭവത്തിലെ കഥാപാത്രം, എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് ഒരു അപകടം അവിടെ നടന്നു എന്നുള്ളത് ശരി. അദ്ദേഹത്തിന്റെ വീട്ടിന്റെ മുന്നിൽ വെച്ച് നമ്മുടെ ബഹുമാന്യനായ നമ്മുടെ പ്രവർത്തകനാണ് അബൂബക്കർ എന്ന പ്രവർത്തകനാണ്. കോട്ടക്കുത്ത് മണിയാളിൽ അബൂബക്കർ എന്ന പ്രവർത്തകനാണ് അവിടെ വെച്ച് മരിച്ചുപോയത്. ഇദ്ദേഹം എടുത്തു കൊണ്ടുപോയി പരിചരിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം ഒക്കെ കറക്റ്റാണ്. പക്ഷേ ഇദ്ദേഹം ആ വധക്കേസുമായി ബന്ധപ്പെട്ട പ്രതിയല്ലെന്ന് മാത്രമല്ല, അങ്ങനെ ഒരു ആരോപണത്തിന്റെ നിഴൽ പോലും ഇന്നുവരെ ആ സുഹൃത്തു നേരെ ഉയർന്നു വന്നിട്ടില്ലെന്ന് മാത്രമല്ല, ഇദ്ദേഹം കത്തിക്കുത്തിൽപ്പെട്ടത് 1989 നമ്മുടെ ഈ കഥാപാത്രം മരിച്ചുപോയ സുഹൃത്ത്, പാവം അബൂബക്കർ എന്ന സുഹൃത്ത്, അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, 1987 ദുബായിൽ പോയിട്ട് 91 വരെ ദുബായിലാണ്. ദുബായിൽ അടക്ക് വന്നിട്ടില്ല. 89 സ്വാതന്ത്ര്യം കുത്തി നിൽക്കുന്നത്. അതിന്റെ 2 കൊല്ലം മുമ്പ് ഈ പറയുന്ന അബൂബക്കർ, അപകടത്തിൽപ്പെട്ട അബൂബക്കർ ദുബായി പോയിട്ടുണ്ട്. കുത്ത് കിട്ടിയിട്ട് 2 കൊല്ലം കഴിഞ്ഞ് 91 തിരിച്ചു വരുന്നതും പിന്നീടാണ് അപകടത്തിൽപ്പെടുന്നതും. വ്യാജമായ കറാമത്തുണ്ടാക്കൽ, കള്ള കറാമത്ത് ഉണ്ടാക്കൽ നിർത്തിയിട്ടില്ല. ഇതുപോലെ ഞാൻ വായിച്ചാൽ സമയം പോകും. ഇതുപോലെ വേറെ കറാമത്ത് 2ാമത്തെ ആൾ മരിച്ചു പറയുന്നുണ്ട്. അതും ഇതുപോലെ തീർത്തും വ്യാജമാണെന്ന് മാത്രമല്ല, യഥാർത്ഥ പ്രതി മഞ്ചേരി കോടതി ശിക്ഷിച്ച് ആൾ ജീവനോടെ ഇന്നും വെളയിൽ എന്ന സ്ഥലത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്. അയാളെ കുറിച്ച് പരാമർശം കൂടി ഇതില്ല. എത്ര ഗൗരവകരമായ കുറ്റാണിത്. ഇത് നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാരെ മക്കളോട് പോയിട്ട് നമ്മുടെ ഈ സുഹൃത്തുക്കളെ ജ്യേഷ്ഠാന്മാർ പറഞ്ഞു, ഇത് അപകടകരാ. ഞങ്ങൾ അനുജനെ കുറിച്ച് കേസൊന്നും അകപ്പെടാത്ത അനുജനെ കുറിച്ച് നിങ്ങൾ ഉപ്പാക്ക് കറാമത്തുണ്ടാക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഇതിലെ കേസിലെ പ്രതിയാണെന്ന് വരുത്തി തീർക്കുന്നത് എത്രമാത്രം മോശമാണെന്ന് മക്കൾ പറഞ്ഞു. ഞങ്ങളിതറിയില്ല, മർക്കസ് ഉണ്ടാക്കിയതാണെന്ന്. അങ്ങനെ മർക്കസിക്ക് വിളിച്ചു, ബന്ധപ്പെട്ടു. മർക്കസ് എന്ന് പറഞ്ഞ് തിരുത്തന്നെ പറ്റൂലായിരുന്നു. തിരുത്താന്ന് പറഞ്ഞു. അവസാനം പറയുന്നത് ഞാൻ ഒറ്റക്കൽ ഉണ്ടാക്കിയിട്ട് വേറെ ആൾക്കാരുണ്ട് അറിയും. അങ്ങട്ട് ഇങ്ങട്ട് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഇതുവരെ ഭംഗിയായി തിരുത്താൻ അവർ തയ്യാറായിട്ടില്ല. സിറാത്തിന്റെ മൂലൊക്കെ ചെറിയ തിരുത്താരും കാണാതെ കൊടുത്തിട്ടുണ്ട്. പണ്ട് ഷാർ മുബാറക് എന്ന വാർത്ത കൊടുത്ത മാതിരി ആരും അറിയുന്ന രൂപത്തിലല്ല. ഇപ്പൊ ഈ മരിച്ച അബൂബക്കറിന്റെ ജ്യേഷ്ഠൻ അവർക്കും വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. പരസ്യമായി ഇവിടുത്തെ പ്രസിദ്ധമായ